നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ കർത്താവായ ദൈവം നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രയേറെ സമീപസ്ഥനായിരിക്കുന്ന വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നിയമാവർത്തനം 4:7. ജോലിയില്ലാതിരുന്ന ഒരു മനുഷ്യന് ഒരു കമ്പനി ഒരു ജോലി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ജോലി പെയിൻ്റ് അടിക്കലാണ്. വെള്ളത്തിൽ പെയിൻ്റ് അടിക്കുകയല്ല, ഹൈവേയുടെ നടുവിലൂടെ ഒരു മഞ്ഞ വര വരയ്ക്കണം. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കമ്പനിയുടെ മാനേജർ അദ്ദേഹത്തെ വിളിച്ച് ശാസിച്ചു. എന്നിട്ട് പറഞ്ഞു, താങ്കളെ ഞാൻ പിരിച്ചുവിടാൻ പോവുകയാണ്. കാരണം ആദ്യത്തെ ദിവസം നിങ്ങൾ 1 കിലോമീറ്റർ വരച്ചു, രണ്ടാമത്തെ ദിവസം നിങ്ങൾ 1/2 കിലോമീറ്റർ വരച്ചു, മൂന്നാമത്തെ ദിവസം നിങ്ങൾ 150 മീറ്ററേ വരച്ചിട്ടുള്ളൂ. ഇങ്ങനെ പോയാൽ ഞാൻ നിങ്ങളെ പിരിച്ചുവിടും. ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ആ മനുഷ്യന് വിളിച്ചു പറഞ്ഞു, അത് എൻ്റെ കുറ്റമല്ല, ഞാൻ ഓരോ ദിവസവും പെയിൻറ്റ് പാട്ടയിൽ നിന്ന് വളരെ ദൂരെയായിരുന്നു. ഇദ്ദേഹം ഓരോ പ്രാവശ്യവും പെയിൻറ്റ് പാട്ടയിൽ ബ്രഷ് മുക്കുന്നതിന് വേണ്ടി പെയിൻറ്റ് പാട്ടയുടെ അടുത്തേക്ക് വരുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നടപ്പിൻ്റെ നീളം കൂടി അദ്ദേഹം വരയ്ക്കുന്ന വരയുടെ നീളം കുറഞ്ഞു. ഈ നോമ്പുകാലം ദൈവവുമായി അടുത്ത് വരാനുള്ള ഒരു കാലഘട്ടമാണ്. നമ്മളൊന്നും വലിയ പാപികളൊന്നും ആയിരിക്കില്ല, എങ്കിൽ പോലും ദൈവവുമായി എത്രയേറെ അടുപ്പത്തിൽ നാം ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സമയമാണ് ഈ നോമ്പ് കാലഘട്ടം. ദൈവവുമായിട്ടുള്ള അകലം ഉണ്ടെങ്കിൽ, അത് വർദ്ധിച്ചാണ് ഇരിക്കുന്നെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, പലപ്പോഴും അങ്ങ് അകലെയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ അങ്ങല്ല, ഞാനാണ് പലപ്പോഴും അങ്ങിൽ നിന്ന് അകന്നിരിക്കുന്നത്. ഈ നോമ്പുകാലത്ത് അങ്ങയുമായിട്ടുള്ള അകൽച്ച കുറയ്ക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. അങ്ങയുമായി സ്നേഹബന്ധം പുലർത്തുന്നതിന് ഔദ്യോഗികതകൾ ഒന്നും ആവശ്യമില്ല, പ്രത്യേക ഭാഷയോ വാക്കുകളോ ആവശ്യമില്ല. സ്നേഹപൂർണമായ ഒരു ഹൃദയം മാത്രം ഉണ്ടായാൽ മതി. ഈ നോമ്പുകാലത്ത് സ്നേഹപൂർണമായ ഒരു ഹൃദയം അങ്ങ് എനിക്ക് പ്രദാനം ചെയ്യണമേ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട മേഖല ഏതെന്ന് മനസ്സിലാക്കി ധ്യാനിച്ച് അത് ദൈവത്തിന് സമർപ്പിക്കാൻ പരിശ്രമിക്കാം.